ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. വെറും 3 ചേരുവ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഞാനിവിടെ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാനിവിടെ 2 കപ്പ് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കര ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അരിച്ചെടുത്തതാണ്. ആ ശർക്കര പാനിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ശർക്കര പാനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് കുഴയ്ക്കേണ്ട ആ ഒരു പാകത്തിന് നമുക്കിത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് 2 പോർഷനാക്കി മാറ്റി വയ്ക്കാം. ഇനി ഒരു ചപ്പാത്തി പലവ എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിനി ചെറിയൊരു ബൗൾ എടുത്തിട്ട് ഞാൻ അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. ഈ അരികുള്ള ബൗളാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഒരു ബൗൾ കൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ചെറിയൊരു ബൗൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുത്താലും മതിയാകും. അങ്ങനെ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു തിക്നെസ്സിനാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാ മാവും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ മതിയാകും. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ടിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല. നമുക്ക് കുറച്ച് ഓയിൽ കൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇതായിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. താങ്ക്